ആരും സംസാരിക്കാത്ത ഒരു മെഡിക്കൽ സൈക്കാട്രിക് കണ്ടീഷനാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ. ഈ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഒരു എഡ്ജിലിരിക്കണ പോലെ തോന്നും. അതായത് ഒരു സ്പെസിഫിക് കാര്യം എന്നല്ല, എന്ത് കാര്യം ആലോചിച്ചാലും ആങ്സൈറ്റി തോന്നുന്ന ഒരു കണ്ടീഷനാണ് ഈ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ. അതിപ്പോൾ ആങ്സൈറ്റി റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇവൻറ്റിലോ മാത്രം ഒതുങ്ങുന്നതല്ല. അപ്പോൾ അതിന് നമ്മൾ ഫ്രീ ഫ്ലോട്ടിങ് ആങ്സൈറ്റി എന്നും പറയും. എന്ത് കാര്യം ആലോചിച്ചാലും എപ്പോഴും ഇങ്ങനെ ഒരു ആങ്സൈറ്റിയുടെ ബെഡിൽ കിടന്ന് ഒഴുകണ പോലെ തോന്നും ഈ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഈ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് ഡെയിലി മൂഡ് സ്വിങ്സും ഡെയിലി വർക്കിലെ സ്ട്രെസ്സും എക്സ്പീരിയൻസും ഒക്കെ കാരണം അവരുടെ മെഡിക്കൽ കണ്ടീഷൻ ഒന്നും കൂടെ വേഴ്സ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ബോഡി പെയിൻ, അങ്ങനെ ഫെറ്റീഗും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയും അതുപോലെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സൈക്കാട്രിക് കൺസൾട്ടേഷനോടുകൂടിയാണ്. വർഷങ്ങളോളം ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ നീണ്ടു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള മെഡിക്കൽ കണ്ടീഷൻസ് വരാനും അതുകൊണ്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ ഗായത്രി മേനൻ, ഡോക്ടർ ഗായത്രീസ് വെൽനസ് സ്പേസ്.